ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കർത്താവിനോട് വിശ്വസ്തത എന്നൊരു ഭാഗമാട്ടോ. അത് പറഞ്ഞിരിക്കുന്നത് സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിലാണ്. അതിൻ്റെ ഹെഡിങ് തന്നെ കർത്താവിനോട് വിശ്വസ്തത എന്നൊരു ടോപ്പിക്കാട്ടോ, ഒരു ബൈബിൾ ഭാഗമാട്ടോ. അപ്പോൾ നമ്മൾ നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കൊരു ജീവിതം അത് ദൈവം ദാനമായി തന്നതാണല്ലേ. അങ്ങനെ ആ ദാനമായി തന്ന ജീവിതത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക എന്നൊക്കെ ഉള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ, അതായത് ഈ സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിലും ഒരു ഭാഗമുണ്ട്, കർത്താവിനോട് വിശ്വസ്തത എന്ന്. അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ബൈബിൾ വചനങ്ങളിലൂടെ ഒന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെ ആദ്യഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്. അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കർത്താവിനോട് വിശ്വസ്തത എന്ന ഭാഗത്ത് നമ്മളോട് നമ്മളിൽ നിന്ന് ദൈവം നമ്മളോട് പാലിക്കാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. എന്തൊക്കെയാണത്? നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവിടെ ഒരു കൽപ്പന പറയുന്നുണ്ടല്ലേ. അതേതാണ് പ്രധാനവുമായ ഒരു കൽപ്പന എന്നുള്ളത് മത്തായിയുടെ സുവിശേഷത്തിൽ 22:38 പറയുന്നുണ്ട്. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രഥമവുമായ കൽപ്പന. അതിന് തുല്യമായിട്ട് ഒരു കൽപ്പനയും കൂടി ഉണ്ട്. എന്താണ്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ കൽപ്പനകൾ പാലിച്ചാൽ, അതായത് ആദ്യം നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുക, അതുവഴി ആ ദൈവസ്നേഹം നമ്മൾ നിറയുമ്പോൾ അതുവഴി നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ദൈവം ഈ കൽപ്പനകളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ കൽപ്പനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേറൊരു വചനഭാഗമാണ് 1 യോഹന്നാൻ 14:21. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. പിന്നെ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. പിന്നെ 1 യോഹന്നാൻ 4:11 പറയുന്നുണ്ട്, നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ കൽപ്പനകളുമായിട്ടുള്ള വചനഭാഗത്തിൽ കൽപ്പനകൾ പാലിക്കുന്നതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്ന കുറച്ച് വചനഭാഗങ്ങളാണ്. അത് കഴിഞ്ഞ് പിന്നെ ദൈവം പറയുന്ന കാര്യങ്ങൾ, അതായത് ഇവയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ, കർത്താവിനോട് നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ, ഇവയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ എന്താണ് കർത്താവ് ഇതിന് പകരം നൽകുന്നതെന്നും ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നോക്കാം. ആദ്യമേ പറയുന്നുണ്ട്, നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അങ്ങനെ കൽപ്പനകൾ പാലിക്കുമ്പോൾ നമുക്ക് എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, പകരം പറഞ്ഞിരിക്കുന്നത്? ദീർഘായുസ്സും സമൃദ്ധമായി ഐശ്വര്യവും ഉണ്ടാകുമെന്ന് വചനത്തിലൂടെ ദൈവം പറയുന്നുണ്ട്. പിന്നെ കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അങ്ങനെ കരുണയും വിശ്വസ്തതയും നമ്മളിൽ നിന്ന് മാറാതിരിക്കുമ്പോൾ എന്താണ് നമുക്ക് പകരം കിട്ടുന്നത്? അപ്പം നമ്മൾ എന്താണ്? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സത്കീർത്തിയും നേടുമെന്ന് വചനത്തിലൂടെ ദൈവം ഉറപ്പ് നൽകുന്നുണ്ട്. പിന്നെ നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. അതിന് മറുപടി എന്നോണം ദൈവം എന്താണ് പറയുന്നത്? അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെ ആവുമ്പോൾ അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. അതായത് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പാതകൾ ദൈവം നമുക്ക് മുന്നിൽ കൊണ്ടുതരുമെന്നും പറയുന്നുണ്ട്. പിന്നെ കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ നമുക്ക് എന്താണ് കർത്താവ് പകരം പറയുന്നത്? നിൻ്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകുമെന്ന് ബലം നൽകുമെന്നും പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, കർത്താവിനെ നിൻ്റെ സമ്പത്ത് കൊണ്ടും നിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നമ്മുടെ ദൈവം നമുക്ക് ദാനമായി തന്നതിൽ നിന്ന് ഒരു ഓഹരി ദൈവത്തിന് കൊടുക്കുമ്പോൾ, അങ്ങനെ നമ്മുടെ ദൈവത്തിന് കൊടുക്കണമെന്ന് ദൈവം ഇതിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ, നമ്മൾ കേട്ടിട്ടില്ലേ, കൊടുക്കും തോറും ദൈവം അളന്ന് നോക്കാതെ നമുക്ക് നൽകുമെന്നൊക്കെ നമ്മൾ
കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് വചനത്തിലൂടെ ദൈവം ഉറപ്പ് നൽകുന്നത് എന്താണ്? അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ടും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞ് കവിയുകയും ചെയ്യും. അവിടെ വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് 100 ഇരട്ടിയായിട്ട് ദൈവം തിരിച്ചു നൽകുമെന്ന്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഓഹരിയുടെ ഒരു അംശം ദൈവത്തിന് നൽകുമ്പോൾ ദൈവം അതിൻ്റെ ഇരട്ടി നമ്മൾക്ക് തിരിച്ചു നൽകുമെന്ന് ഈ വചനത്തിലൂടെയും പറയുന്നുണ്ട്. പിന്നെ കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നരുത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതിൻ്റെ കാരണവും ദൈവം അവിടെ പറയുന്നുണ്ട്. എന്താണ്? പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. കണ്ടോ, കർത്താവ് സ്നേഹിക്കുന്നവരെയാണ് കർത്താവ് ശാസിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൽ കർത്താവിനോട് വിശ്വസ്തത എന്നൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാവുമ്പോൾ നമ്മൾ എല്ലാവരും ദൈവത്തെ സ്നേഹിക്കാനും ആ ദൈവത്തോട് വിശ്വസ്തരായിരിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. കൽപ്പനകൾ പാലിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ്റെ പുസ്തകത്തിൽ ഒരു ബൈബിൾ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൽപ്പനകൾ പാലിക്കുന്നത് വഴി, അതായത് നാം പരസ്പരം സ്നേഹിക്കുന്നത് വഴി ദൈവം നമ്മിൽ വസിക്കുമെന്നും ദൈവം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കുറച്ച് നാൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമെല്ലാം ക്ഷണികമാണല്ലേ. ആ ക്ഷണികമായ ജീവിതം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രീതികരമായ വിധം ജീവിക്കുവാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഭാഗമാണ് എന്താണ്? കർത്താവിനോട് നമ്മൾ വിശ്വസ്തരായിരിക്കുക. നമുക്ക് എല്ലാം നൽകുന്ന ദൈവത്തോട്, ആ ദൈവത്തോട് നമുക്ക് ഒരു സ്നേഹം, ആ ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കുന്നത് വഴി എന്തൊക്കെ ഐശ്വര്യങ്ങളാണ്. ആദ്യമേ ദൈവം പറയുന്നുണ്ട് നമുക്ക് ദീർഘായുസ്, നമുക്ക് ഐശ്വര്യങ്ങൾ. പിന്നെ ദൈവം പറയുന്നത് എന്തൊക്കെയാണ്? മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പാതകൾ ദൈവം തുറന്നു തരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ടത് അത് ദൈവം നൽകാനായിട്ട് ദൈവം വളരെയധികം ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? ദൈവം പറയുന്ന ഈ വചനത്തിലൂടെ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ തീർച്ചയായും ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് പകരമായി ഈ വചനങ്ങളിലൂടെ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദൈവം നമുക്ക് നടത്തി തരുമെന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ദൈവത്തോട് സ്നേഹമുള്ളവരായിരിക്കുക, ദൈവത്തോട് വിശ്വസ്തതയുള്ളതായിരിക്കുക. അപ്പോൾ അങ്ങനെ ദൈവത്തോട് സ്നേഹവും വിശ്വസ്തതയും എല്ലാം പുലർത്തുമ്പോൾ എന്തൊക്കെ നന്മകളാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമ്മൾ വചനഭാഗങ്ങളിലൂടെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ആ നന്മകൾക്ക് അർഹരാകുവാനായിട്ട് നമ്മുടെ ജീവിതം ഉപകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ടോപ്പിക്ക് നാളെ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.